തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ നടൻ വിജയൻ നടത്തിയ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ വിജയുടെ സഹപാഠിയുമായ മനു ജോസഫ്. താൻ ദാരിദ്ര്യത്തിലാണ് വളർന്നതെന്നും വിശപ്പിന്റെ വില അറിയാമെന്നുമുള്ള വിജയുടെ അവകാശവാദത്തെക്കുറിച്ചാണ് മനു ജോസഫ് പറയുന്നത്. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ദരിദ്രനായി വളർന്നുവെന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ മനു ജോസഫ് രംഗത്ത്. ചെന്നൈയിലെ ലയോലോ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ തന്റെ സഹപാഠിയായിരുന്നു വിജയ് എന്ന് മനു ജോസഫ് പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തന്റെ ആദ്യ പ്രസംഗത്തിൽ താൻ ദാരിദ്ര്യത്തിലാണ് വളർന്നതെന്നും വിശപ്പ് എന്താണെന്ന് അറിയാമെന്നും വിജയ് പറഞ്ഞു. ഇത് തികച്ചും അസംബന്ധമാണ്. കാരണം അദ്ദേഹം ലയോലോ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ എന്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു. തന്റെ മകന് സിനിമയിൽ ഒരു കരിയർ ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മിക്ക സിനിമാ പ്രവർത്തകരെയും പോലെ അദ്ദേഹത്തിന്റെ പിതാവിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അത് തമിഴ്നാട്ടിലെ യഥാർത്ഥ ദാരിദ്ര്യത്തിന് തുല്യമല്ല. സമ്പന്നരായ പല ആൺകുട്ടികളും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയെ ദാരിദ്ര്യമായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവ രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് എന്ന തരത്തിലുള്ള കഥകൾ ഈ കാലഘട്ടത്തിലെ വലിയ നുണകളാണെന്ന് മനു ജോസഫ് കുറിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം ദാരിദ്ര്യവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചത്. താനൊരു രാജകുടുംബത്തിലല്ല ജനിച്ചതെന്നും സിനിമയിൽ വിജയിക്കാൻ കഠിനാധ്വാനം ചെയ്ത ഒരു സാധാരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ മകനായാണ് വളർന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 1984 അച്ഛൻ സംവിധാനം ചെയ്ത ആക്ഷൻ ക്രൈം ചിത്രമായ വെട്രിയിൽ ബാലതാരമായിരുന്നു വിജയ് സിനിമയിൽ തുടക്കം കുറിച്ചത്. 1992 പുറത്തിറങ്ങിയ നളയ തീർപ്പു എന്ന ആക്ഷൻ ചിത്രത്തിലൂടെ 18ാം വയസ്സിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നതിന് മുമ്പ് നിരവധി സിനിമകളിൽ ബാലതാരമായി വിജയ് അഭിനയിച്ചിട്ടുണ്ട്. 1993 അച്ഛൻ സംവിധാനം ചെയ്ത റൊമാന്റിക് ആക്ഷൻ ചിത്രമായ സെന്തൂര പാണ്ഡ്യ ആയിരുന്നു വിജയുടെ ആദ്യ വഴിത്തിരിവ്. തുടർന്ന് അച്ഛൻ സംവിധാനം ചെയ്ത രസികൻ, ദേവ, വിഷ്ണു തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. ആ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും വാണിജ്യപരമായി വിജയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.